ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാപ്റ്റർ നമ്പർ 1 പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു റാപ്പിഡ് റിവിഷൻ നമ്മൾ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ചാപ്റ്റർ നമ്പർ 2 ഒരു റാപ്പിഡ് റിവിഷൻ ആണ്. അതായത് ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗോ ത്രൂ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റാപ്പിഡ് റിവിഷൻ ചാപ്റ്റർ നമ്പർ 2 എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 2 സംസാരിക്കുന്നത് ഇൻകോർപ്പറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നല്ലപോലെ നമുക്കറിയാം ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൽ ജസ്റ്റ് ഡയറക്ട്ലി ഗോ ത്രൂ ദ കോൺസെപ്റ്റ്. ഇവിടെ ഫസ്റ്റ് 80ക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള ഇതാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് 80ക്ക് വരുന്നത്. അതായത് ആരാണ് പ്രൊമോട്ടർ നമുക്കറിയാം, അതായത് ഇനീഷ്യലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, അതായത് ഇനീഷ്യലി തന്നെ അസോസിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? സോ ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് നോ വൺ നോട്ട് നെസസറി ടു ബി അസോസിയേറ്റഡ് ഇനീഷ്യൽ ഇൻ ദ ഫോർമേഷൻ സബ്സീക്വൻ്റ്ലി ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയോ ഈക്വലി അതിനെ ഹെൽപ്പ് ചെയ്ത ആളെയും നമ്മൾ എന്ത് പറയും? നമ്മൾ പ്രൊമോട്ടർ എന്ന് തന്നെ പറയും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നമുക്കൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ വരും. നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു കോൺസെപ്റ്റാണ്. സോ അവിടെ എന്താണ്, ഇത് ഇൻഡിവിജ്വൽസ് ആകാം, ആര് തന്നെ ആകാം. ഫോർമേഷൻ ഓഫ് ദ കമ്പനിയാണ്. ഫോം ഓഫ് കമ്പനീസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം. ഫോർമേഷനിൽ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ലിമിറ്റഡ് ബൈ ഷെയർസ് 7 ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 1% കമ്പനിയാണ്. 1% കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ 1% കമ്പനിയുടെ ക്രൈറ്റീരിയ നോക്കാം. മൈനറിന് ഒരിക്കലും ആകാൻ പറ്റില്ല. മൈനറിന് ഈ പറഞ്ഞ രീതിയിൽ മെമ്പറും ആകാൻ പറ്റില്ല. അതേപോലെ തന്നെ നോമിനി ആകാനും പറ്റത്തില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. റെസിഡൻറ്റ് ഓർ ഇന്ത്യ അതർവൈസ്. ഫൗണ്ടേഷനെ പോലെയല്ല, ഇവിടെ ഓർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റെസിഡൻ്റ് ആയാലും ഓക്കെ, റെസിഡൻ്റ് അല്ലെങ്കിലും ഓക്കെ. ഇനി റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിൽ 120 ഡേയ്സ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത ആളെയാണ് നമ്മൾ റെസിഡൻറ്റ് എന്ന രീതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ നമുക്കൊരു 80ക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. 80 ക്വസ്റ്റ്യൻ വരും. ഫൗണ്ടേഷനിൽ വന്ന പോലെ തന്നെ ഒരാൾ 120 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ, ഇപ്പോൾ ഫോറിൻ സിറ്റിസൺ ഒരു ഓഫീസിലെ മെമ്പർ നോമിനി ആകുന്നതിനെക്കുറിച്ചും ചോദിക്കാം. അതേപോലെ തന്നെ സെക്ഷൻ 8 കമ്പനിയായിട്ട് 1% കമ്പനി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇനി കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. OPCയുടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ നോമിനിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? പെർപെക്ച്വൽ സക്സഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം കമ്പനീസിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക് ഫീച്ചറാണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ സ്ഥാപനത്തിനും വേണം, ഇൻക്ലൂഡിങ് 1% കമ്പനി. അപ്പോൾ അതൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നോമിനി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. നോമിനി ആര് തന്നെ ആകാം, അതായത് റിലേറ്റീവ് ആണോ നിർബന്ധമില്ല. നാച്ചുറൽ പേഴ്സൺ, ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് വെദർ റെസിഡൻറ്റ് ഓർ ഇന്ത്യ, സെയിം ക്രൈറ്റീരിയ തന്നെയാണ് അപ്ലിക്കബിൾ ആകുക. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മാൻഡേറ്ററി ആയിട്ട് എന്ത് മെൻഷൻ ചെയ്യണം? ഈ പറഞ്ഞ ആളുടെ പേര് മെൻഷൻ ചെയ്യണം. അത് എപ്പോഴൊക്കെയാണ് ആകുക? ഡെത്ത്, ഇൻസോൾവൻസി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫോംസും കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഫോംസും കാര്യങ്ങളൊക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു 1% കമ്പനിയുടെ മെമ്പർ ആകാം, അതേപോലെ തന്നെ ഒരേ 1% കമ്പനിയിൽ നോമിനി ആകാം. അതായത് ഒരേ 1% കമ്പനി നോമിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റോബിന് തന്നെ 1% കമ്പനിയിലെ മെമ്പറും റോബിന് തന്നെ അതേ 1% കമ്പനി നോമിനി ആകാൻ പറ്റില്ല. പക്ഷേ റോബിൻ എന്ന വ്യക്തിക്ക് 2 ഓപ്ഷൻ ഒരേ സമയത്ത് ചെയ്യാം. ഒരു OPC തുടങ്ങാൻ പറ്റും, അതേപോലെ തന്നെ ഒരു OPCയിലെ നോമിനി ആകാനും പറ്റും. ഇങ്ങനത്തെ 2 കാര്യങ്ങൾ എന്താണ് ആർക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ OPCയിലെ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റും. ഈ നോമിനിയുടെ പേര് നമുക്ക് എപ്പോഴും റീപ്ലേസ് ചെയ്യാൻ പറ്റും. മേ ചേഞ്ച്, മെമ്പർ മേ ചേഞ്ച്. അതേപോലെ തന്നെ ഹി ക്യാൻ ആൾസോ വിഡ്രോ ഹിസ് കൺസെൻറ്റ്. റിമെമ്പർ ഡെത്ത്, ഇൻകപ്പാസിറ്റി, ദേ ക്യാൻ വിഡ്രോ. കാരണം നോമിനി ആദ്യം ഭരിച്ചു വരണമെങ്കിൽ കുറേ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മെമ്പേഴ്സ് ക്യാൻ ആൾസോ ഗീവ്, ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. മെമ്പർ ക്യാൻ ഡു സോ ബൈ ഗിവിങ് ഇൻറ്റിമേഷൻ റൈറ്റിംഗ് ടു ദ കമ്പനിക്ക് റിട്ടൺ നോട്ടീസ് അയച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി? വിഡ്രോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വിഡ്രോവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. 17 years ഏജ് നോട്ട് പോസിബിൾ ബിക്കോസ് നോമിനി ആൾവേസ് ഷുഡ് ബി എ മേജർ പേഴ്സൺ. നോമിനേഷൻ ഡേറ്റ് ഉണ്ട് വിത്തിൻ 50 days. പിന്നെ നമ്മൾ രജിസ്ട്രാറിന് അറിയിക്കാൻ ഡേറ്റ് ഉണ്ട് വിത്തിൻ 30 days എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ചില OPCയെ കുറിച്ച് റിലാക്സേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് ആനുവൽ നമ്മൾ പഠിക്കുന്നു. ആനുവൽ റിട്ടേണിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ 134 നമ്മൾ പഠിക്കുന്നു. ജനറൽ മീറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ് അവിടെ പഠിക്കുന്നു. ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം മാത്രം ജസ്റ്റ് നമുക്ക് റെഫറൻസിന് വേണ്ടി മാത്രമേ ഉള്ളൂ ബോർഡ് മീറ്റിംഗ് ഉള്ളത്. 137 നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ച് റെഫറൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. മെമ്പേഴ്സ് സെവറലി റയബിൾ, അതായത് ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക? എയും ബിയും ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. A മരിച്ചുപോയി, B കണ്ടിന്യൂ ചെയ്തു. എന്തെങ്കിലും പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആകുമോ? യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ. സെക്ഷൻ 3A എന്താ പറയുന്നത്?
ഇത് LLPയിലും സെയിം തന്നെയാണ്, ഇവിടെയും സെയിം തന്നെയാണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അത് 7ൽ നിന്ന് കുറവോ അല്ലെങ്കിൽ 2ൽ നിന്ന് കുറവോ ആയി. 1% മാത്രം അപ്ലിക്കബിൾ ആകില്ല, കാരണം മിനിമം ഒരാൾ വേണം. അപ്പോൾ ഇപ്പോൾ 2ൽ നിന്ന് കുറഞ്ഞ ഒരാൾ മാത്രം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ആ ബിസിനസ് 6 മാസത്തിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മരിച്ചുപോയ വിവരം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും മെമ്പേഴ്സായിരുന്നു, എ മരിച്ചുപോയി, ബി അറിഞ്ഞില്ല. അറിഞ്ഞത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 6 മന്ത് തുടങ്ങുന്നത് എപ്പോഴാണ്? അറിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ 6 മാസത്തിന് ശേഷം ചെയ്ത കാര്യങ്ങൾ മാത്രമേ എന്താവുകയുള്ളൂ, ലയബിൾ ആവുകയുള്ളൂ എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷനെ കുറിച്ച് അടുത്ത് പഠിക്കുന്നത്. ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സുണ്ട്. പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ആദ്യം നമ്മൾ ഏത് നേച്ചറാണ് തീരുമാനിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ നെയിം റിസർവ് ചെയ്യാനുണ്ട്. നമ്മൾ മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷൻ കുറച്ച് കൊടുക്കാനുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ ഒരു കൺസെൻറ്റ് മേടിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ROCക്ക് മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ചെയ്യുക. രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ചുള്ള ഡിക്ലറേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് ഇവിടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ മാത്രം പറഞ്ഞു വിടുന്നു എന്ന രീതിയിലാണ്. മെമ്മോറണ്ടത്തിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം, പെർട്ടിക്കുലേഴ്സ് കാര്യങ്ങൾ വേണം, തമ്പ് ഇംപ്രഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അവരുടെ സൈന് കാര്യങ്ങൾ എങ്ങനെയാണ് വെക്കുക, LLP ആണെങ്കിൽ ആരാണ് പാർട്ട്നേഴ്സ് ആയിരിക്കും വരിക, നെക്സ്റ്റ് വിദേശത്തുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നോട്ടറൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു കോൺസെപ്റ്റ് മാത്രമാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അറിഞ്ഞാൽ മാത്രം മതി. ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ചാൻസസ് വളരെ കുറവാണ്. എക്സ്ട്രാക്ട് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ജസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഡിക്ലറേഷൻ കൊടുക്കാറുണ്ട്, ഡിക്ലറേഷനിൽ ഓർത്ത് വെക്കുക. ഡിക്ലറേഷൻ ചെയ്യുന്ന തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പണിയായിട്ട് വരും. നെക്സ്റ്റ് രണ്ടാമത്തത് സബ്സ്ക്രൈബേഴ്സ് ദ മെമ്മോറാണ്ടമും അതേപോലെ തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സും ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. എയും ബിയും കൺവിക്ഷൻ ആയിട്ടൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് വേണം. ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് ഇവർക്ക് വേറെ ഒരു ബോഡി കോർപ്പറേറ്റ്സിലോ ബിസിനസ്സിലുള്ള താല്പര്യക്കുറിച്ച് ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. സബ്സ്ക്രൈബേഴ്സിൻ്റെ പെർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ്, പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം ജനറൽ ലൊക്കേഷൻ നമ്പറുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ. പണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൺക്ലൂസീവ് എവിഡൻസ് ആയിരുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സെയിം ആസ് നമ്മൾ LLPയിലും പഠിക്കാറുണ്ട്. LLPയിൽ രജിസ്ട്രാർ ഓഫ് LLP അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തൻ്റെ ഒഫീഷ്യൽ സീലിൽ ഓത്തൻറ്റിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. അത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്, നാളെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അത് കൺക്ലൂസീവ് എവിഡൻസ് അല്ല. കാരണം പറയുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇൻകോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന കാര്യം ഫോൾസ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ദിസ് ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ XYZ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇൻകോർപ്പറേഷൻ ചെയ്തു. ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് ROC എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കമ്പനി കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നോ, നിങ്ങളിത് അക്വയർ ചെയ്തത് ഒരു ഫോൾസ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഫോൾസ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒരു രീതിയിൽ എന്തുണ്ടാകില്ല, അതിന് വില ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. നമുക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരും. അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് വരും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തു, ഫോൾസ് ഡോക്യുമെൻ്റ് ആണ്, കമ്പനിയുടെ കൺക്ലൂസീവ് എവിഡൻസ് ആണോ അല്ലോ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം 447 നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഫ്രോഡുലൻ്റ് ആക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഫാക്ട് സപ്രസ് കുറച്ചുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ഷൻ ആയിക്കോട്ടെ, ട്രൈബ്യൂണൽ എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ സമയത്താണെന്ന് നോക്കുക. ട്രൈബ്യൂണൽ ഓർഡർ ഒന്ന് റെഗുലേഷൻ ആണ്, ഓർഡർ വൈസ് ആണ്. സെക്കൻഡ് വൺ ലയബിലിറ്റീസ് ആൽവേസ് അൺലിമിറ്റഡ്, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യും, ഒന്ന് നടന്നെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ എനി അതർ ഓർഡർ ആണ്. പക്ഷേ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഇവിടെ നമുക്കൊരു ATക്ക് വരാൻ സാധ്യതയുണ്ട്. ട്രൈബ്യൂണൽ അത് ഏത് തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ, ട്രൈബ്യൂണൽ ഓർഡർ ചെയ്യുന്നേക്കാൾ മുമ്പ് ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കണം. അത് കൊടുക്കാതെയാണ് ഒരു പക്ഷേ ഒരു കേസിൽ ഒരു ഫോൾസ് ഡോക്യുമെൻ്റ് വെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ട്രൈബ്യൂണൽ ഓർഡർ ചെയ്തു, ട്രൈബ്യൂണൽ പറയുന്നു വൈൻഡിങ് അപ്പിന് ഓർഡർ ചെയ്തു. പക്ഷേ കമ്പനിക്ക് ഒരു നോട്ടീസും ട്രൈബ്യൂണലിന് കൊടുത്തില്ല. ആ ഓർഡർ വാലിഡ് ആണോ? അല്ല. ATക്ക് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് വരും, ഓർത്ത് വെക്കുക. ഇനി സെക്ഷൻ 8 കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഈ ഒരു 3 പോയിന്റ്. അതായത് സെക്ഷൻ 8 കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഈ 3 പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. ഒന്ന്, ഒബ്ജക്റ്റ് എന്താണ്. രണ്ടാമത് നമ്മൾ ഇതിനകത്ത് വരുന്ന പ്രോഫിറ്റ് എങ്ങോട്ട് അപ്ലൈ ചെയ്യും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഒരിക്കലും പറ്റില്ല, പ്രൊഹിബിറ്റഡ് ആണ്. ഡിവിഡൻഡ് ഒരു രീതിയിലും കൊടുക്കാനേ പറ്റത്തില്ല, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്,
നമുക്കറിയാം OPSലേക്ക് സെക്ഷൻ 8 കമ്പനിയുടെ ഫീച്ചർ അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതെപ്പോഴും എന്താണ് നോൺ പ്രോഫിറ്റ് മോട്ടീവ് തന്നെയായിരിക്കും. ഓർത്ത് നോക്കുക, രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മാത്രം 2 കോൺസെപ്റ്റ് ആണ്. നോർമലി ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഇൻകോർപ്പറേഷൻ ആകും. പക്ഷേ ഇവിടെ അത് പോരാ. ഫസ്റ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈസൻസ് പ്ലസ് നമ്മൾ ഇത് രണ്ടും കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുകയുള്ളൂ, ഒരു സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ആവുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്ന സെക്ഷൻ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം, സപ്പോർട്ടിങ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ ടു ഗെറ്റ് ദ ലൈസൻസ്, നമ്മുടെ മെമ്മോറണ്ടം ആർട്ടിക്കിൾസ്, ഒരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ അടുത്ത 3 വർഷത്തെ എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഇവിടെ നോട്ട് ചെയ്തുക, ആർട്ടിക്കിൾസ് അതായത് ആർട്ടിക്കിൾസ് നോർമലി നമ്മൾ എങ്ങനെ ആൾട്ടറേഷൻ ചെയ്യുക, സ്പെഷ്യൽ റെസൊല്യൂഷൻ വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ആരുടെ കൺസെൻറ്റ് വേണം, നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ആ കൺസെൻറ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് നമുക്ക് വേണം. നോർമലി സെൻട്രൽ ഗവൺമെൻറ് പവേഴ്സ് ഒക്കെ ചെയ്യുന്ന റീജിയണൽ ഡയറക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾസിൻ്റെ കാര്യത്തിൽ ROCക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചാൽ മെമ്മോറണ്ടം ആൾട്ടർ ചെയ്യാൻ വേണ്ടി റീജിയണൽ ഡയറക്ടേഴ്സിനും ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും ആയിരിക്കും എന്ത് പവർ ഉണ്ടാകുക. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നമുക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കൺവേർഷനെ കുറിച്ചാണ്. കൺവേർഷൻ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എപ്പോൾ വന്നാലും അവിടെ നമുക്ക് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വരും. ഓർത്ത് വെക്കാം, അപ്ലിക്കേഷൻ കൊടുക്കണം നമ്മൾ കൺവേർഷന് വേണ്ടി, റീജിയണൽ ഡയറക്ടറിന് വേണ്ടി കൺവേർഷൻ കൊടുക്കണം. കൺവേർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, അതൊന്നെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആകാം, പബ്ലിക് കമ്പനി ആകാം. നിങ്ങളിപ്പോൾ പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് സെക്ഷൻ 8 കമ്പനീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെക്ഷൻ 8 കമ്പനിയിൽ നിന്നും പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോകാം. പക്ഷേ ഇത്രയും നാളത്തെ കിട്ടിയിരിക്കുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ തിരിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിനും കുറേ ആൾക്കാർക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവരുടെ പേര് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, ആർക്കൊക്കെ നമ്മൾ നോട്ടീസ് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ലൈൻ ബൈ ലൈൻ നമ്മളുടെ ഫുള്ളി റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ എന്താണ് ഒരു റാപ്പിഡ് റിവിഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സ്പീഡ് പോയതിൽ അത് റാപ്പിഡ് റിവിഷൻ ആയതുകൊണ്ട് മാത്രമാണെന്ന് ഓർത്ത് വെക്കുക. നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കണം, അതിനൊക്കെ ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ പബ്ലിഷ് ചെയ്തിരിക്കണം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അവോയ്ഡ് ചെയ്യേണ്ട. ICAക്ക് അതൊന്നും വിഷയമല്ല, ICA അത് ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഓർത്ത് വെക്കുക, നിങ്ങൾ ഈ കൺവേർഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആനുവൽ റിട്ടേൺസും എല്ലാം അപ് ടു ദ ഡേറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ് ടു ദ ഡേറ്റ് ഒരു പക്ഷേ പെൻഡിങ് ആയിട്ടുണ്ട്, നിങ്ങൾ ഫയൽ ചെയ്തതിന് ശേഷം അപ് ടു ഡേറ്റ് ആക്കിയതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. എല്ലാ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഇവിടെ നോക്കുക, റിജക്ഷൻ ചെയ്യുന്നേക്കാൾ മുമ്പ് കമ്പനിക്ക് ഒരു ഓപ്ഷൻ ആര് കൊടുക്കണം, നമ്മുടെ റീജിയണൽ ഡയറക്ടർ കൊടുക്കണം. ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. ഓക്കെ, ജനറൽ മീറ്റിംഗ് വെക്കണം. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനോടെ പാസ് ചെയ്യണം. ഒന്നാമത് അപ്ലൈ ചെയ്യാൻ വേണ്ടി, രണ്ടാമത് മെമ്പേഴ്സിന് മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കണം. നെക്സ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴാണ് ഒരു സെക്ഷൻ 8 കമ്പനിയുടെ ലൈസൻസ് നമ്മൾ റിവോക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളല്ല, സെൻട്രൽ ഗവൺമെൻറ് ആണ് റിവോക്ക് ചെയ്യുന്നത്. ഒന്നാമതെന്ന് പറയുമ്പോൾ ഈ സെക്ഷൻസ്, അത് ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ നമ്പർ 8 ഇപ്പോൾ ഡിവിഡൻഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒബ്ജക്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ ഒബ്ജക്റ്റിനും ഓരോരോ ലൈസൻസ് എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോൾ കണ്ടീഷൻസ് ലൈസൻസ് ബേസിലും സ്പെസിഫൈ ചെയ്യും. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ കമ്പനിയുടെ കണ്ടക്റ്റ് എല്ലാം ഫ്രോഡുലൻ്റ്ലി ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ഷൻ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരു എന്താണ് പ്രിജുഡീഷ്യലി ഹാംഫുള്ളി ആണെങ്കിലോ ഇത് സംഭവിക്കും. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേര് പബ്ലിക് ആണെങ്കിൽ ലിമിറ്റഡ് എന്നിടും, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിടും. ഓർത്ത് വെക്കുക, ഒരു സെക്ഷൻ 8 കമ്പനി നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ആകാം, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആകാം, അതർ ദാൻ 1 person കമ്പനി. നെക്സ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നമുക്കൊരു ചെറിയൊരു ATQ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ലൈസൻസ് റിവോക്ക് ചെയ്യുന്നേക്കാൾ മുമ്പ് കമ്പനിക്ക് റിട്ടൺ നോട്ടീസ് കൊടുക്കണം. അപ്പോൾ റിട്ടൺ എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഓറൽ നോട്ടീസ് കൊടുത്താൽ വാലിഡ് ആയിരിക്കില്ല. കമ്പനിയുടെ പേരിലേക്ക്, അഡ്രസ്സിലേക്ക് അയക്കണം. കമ്പനീനെ an audio alterum partum അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഫോർ ബീങ് ഹേർഡ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ റിവോക്ക് ചെയ്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഒന്നെങ്കിൽ വോണ്ട് അപ്പ് ചെയ്യാം, എക്സസ് അസറ്റ് കാര്യങ്ങളൊക്കെ അനദർ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഓർത്ത് വെക്കുക, കമ്പനി എന്ന് പറയുമ്പോൾ സെക്ഷൻ 8 കമ്പനി ആയിരിക്കണം, സിമിലർ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് ഒരു സെക്ഷൻ 8 കമ്പനീനെ ലൈസൻസ് റിവോക്ക് ചെയ്തതിന് ശേഷം അതൊരു പ്രോഫിറ്റ് മോട്ടീവ് ഉള്ള കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈവൻ സെൻട്രൽ ഗവൺമെൻറ്റിന് പറയാൻ പറ്റില്ല. ഇനി ഈ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സെക്ഷൻ 8 കമ്പനിയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർട്സിലേക്ക് ആയിരിക്കരുത്, സ്പോർട്സും അതും സെലക്റ്റഡ് സ്പോർട്സ് ആയിരിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോളിലേക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇവിടെ പബ്ലിക്കിൻ്റെ പർപ്പസ് സർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഗവൺമെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അമാൽഗമേഷൻ ചെയ്യും. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ ഉണ്ട്.
ഓർത്ത് വെക്കുക. പെനാൽറ്റി പനിഷ്മെൻറ്റ് ഓർത്ത് വെക്കുക. പണ്ടൊക്കെ ഇത് ഇംപ്രീസൺമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇംപ്രീസൺമെൻ്റ് ഒക്കെ മാറ്റിയിട്ട് പെനാൽറ്റിയുടെ അളവ് നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. 1 കോടി രൂപ വരെ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. കാരണം സെക്ഷൻ 8 കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് എന്തെങ്കിലും ഉടായ്പ ചെയ്യാനാണ് പ്ലാനെങ്കിൽ നടക്കില്ല മക്കളെ, നടക്കില്ല. റിലാക്സേഷൻസ് ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇറ്റ് ഈസ് എ ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു കമ്പനി കിട്ടുന്ന എല്ലാ ഫംഗ്ഷൻസും എന്താണ്, ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ. അതായത് നമ്മൾ പാർട്ട്ണർഷിപ്പ് പറയുന്ന പോലെയല്ല. പാർട്ട്ണർഷിപ്പിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, പക്ഷേ കമ്പനിയിൽ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അണ്ടർ കമ്പനീസ് ആക്ട് 2013 എന്താണ്, അത് ഇൻകോർപ്പറേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, പെർപെക്ച്വൽ സക്സഷൻ ആണ്. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്താണ്, ഇതെല്ലാം റൈറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ സമ്മറിയാണ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നമുക്കറിയാം. നെയിം ക്ലോസ് ഉണ്ട്, സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് വെക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇതിൽ സ്റ്റേറ്റ് മാത്രം മെൻഷൻ ചെയ്യുന്നത്? നോർമൽ സ്റ്റുഡൻസ് ചോദിക്കുക, എന്താണ് സാറേ സ്റ്റേറ്റ് മാത്രം മെൻഷൻ ചെയ്യുന്നത്? അതായത് മെമ്മോറണ്ടം എന്ന് പറയുന്നത് ആസ് പെർ 399 എന്ന് പറയുന്നത് പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് അത് പബ്ലിക് ഡോക്യുമെന്റിൽ വരിക? നമ്മളത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിലും അല്ലാതെ തന്നെ താഴെ നമ്മൾ ഫുൾ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ രജിസ്റ്റേർഡ് ഓഫീസിൽ സ്റ്റേറ്റ് മാത്രം വെക്കാന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി എന്താണ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് കൊച്ചി സിറ്റിയിൽ നമ്മൾ പാലാരിവട്ടത്തേക്ക് മാറ്റുന്നു. നമ്മൾ മെമ്മോറണ്ടത്തിൽ ആ ഫുൾ അഡ്രസ്സ് മെൻഷൻ ചെയ്താൽ നമ്മൾ മെമ്മോറണ്ടം ആൾട്ടറേഷൻ ചെയ്യണം. മെമ്മോറണ്ടം ആൾട്ടറേഷൻ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ചസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിനെ ബേസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് എന്നൊരു കാര്യം എന്താണ് മാത്രം മെൻഷൻ. അപ്പോൾ സ്റ്റേറ്റിൽ ടു സ്റ്റേറ്റ് മാറ്റിയാൽ മാത്രം എന്ത് ചെയ്താൽ മതി, മെമ്മോറണ്ടത്തിൽ സിറ്റുവേഷൻ ക്ലോസ് നിങ്ങൾ മാറ്റിയാൽ മതി. ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ട്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിക്ക് അപ്ലിക്കബിൾ ആകില്ല. ഇത് എന്താണ് പറയുക, അസോസിയേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഡ്രാഫ്റ്റഡ് ഇൻ കേസ് ഓഫ് ഓഫീസി. നോമിനേഷൻ ക്ലോസ് ആരൊക്കെയാണ് നോക്കുക. അസോസിയേഷൻ ക്ലോസ് ഇസ് നോട്ട് ഓൺലി ഫോർ OPC. ഓക്കെ, നെയിം ക്ലോസ് ആണ്. ഇപ്പോൾ കൃത്യമായിട്ട് നെയിമിൻ്റെ സഫിക്സ് നോക്കുക. അതിനുശേഷം നമുക്കൊരു ATക്ക് വരാൻ സാധ്യതയുള്ളത് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കോൺസെപ്റ്റാണ് ഐഡൻറ്റിക്കൽ, സെയിം, റിസെമ്പിൾസ്, ടു നിയർലി, ഭയങ്കര സാമ്യം. ഇത് സിമിലർ, സെയിം. ഇത് ടു നിയർലി റിസെമ്പിൾസ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടു നിയർലി റിസെമ്പിൾസ്? ദാറ്റ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റൻ ഫോർ ദാറ്റ്. യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റൻ. ഓക്കെ, ഓർത്ത് വെക്കുക, വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതുണ്ടോ, ദിസ് വൺ ഇത് ഇവിടം തൊട്ട്, അതായത് നിങ്ങളോട് ചോദിക്കും എക്സാമിനേഷനിൽ ഉറപ്പായിട്ടും ചോദിക്കും, ഇവിടം തൊട്ട് റിസെമ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് പകരം A.B.C എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിസെമ്പിൾസ്. ABCക്ക് പകരം ABC തന്നെ ഇട്ടാൽ സെയിം, ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു നിയർലി റിസെമ്പിൾസ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സുകളെല്ലാം നിങ്ങൾ പഠിക്കുക. അത് ചില സമയത്ത് ചില സ്ഥലങ്ങളുടെ പേരൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് വൺ പോയിന്റ് നമ്പർ J ഒക്കെ നോർമലി 80 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണൂർ ഫാർമസി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ കണ്ണൂർ ഫാർമസി, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചി ഹാർഡ്വെയർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെങ്കിൽ എനിക്ക് ഡൽഹി ഹാർഡ്വെയർ തുടങ്ങാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷേ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒറ്റ കമ്പനിയാണെങ്കിൽ ഞാൻ ഡൽഹി ഹാർഡ്വെയർ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, അത് ഹാർഡ്വെയറിൻ്റെ ഡൽഹി ബ്രാഞ്ച് എന്ന് വിചാരിക്കും. ഇതുണ്ടോ? ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ. ഓക്കെ, അതിനുശേഷം ഈ പോയിന്റ് നമ്പർ K വരെയും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ഫുൾ മീനിങ് നിങ്ങൾ നോക്കുക. ഞാൻ എല്ലാം വായിക്കാൻ പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. റിസർവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റിസർവേഷനെ കുറിച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ റിസർവേഷൻ മാക്സിമം 60 ഡേയ്സ് വരെയും 20 + 20 ഡേയ്സ് നമുക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഫീസും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലി നമുക്ക് 60 ഡേയ്സ് ആണ്, 3000 rupees ഫീസ് വരും. നമുക്ക് ക്യാൻസലേഷൻ ചെയ്യും. ഏതൊക്കെ സമയത്താണ് ക്യാൻസലേഷൻ ചെയ്യുക? ഒന്ന്, കമ്പനി ഏതെങ്കിലും ഇതിൽ ഉടായ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻകോർപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് ക്യാൻസൽ ചെയ്തിട്ട് 1 lakh rupees ലയബിലിറ്റി വരും. ഇനി കമ്പനി ആൾറെഡി ഇൻകോർപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് മാറ്റണം, അങ്ങനെ 3 മാസത്തിനുള്ളിൽ മാറ്റണം, അല്ലെങ്കിൽ കമ്പനിയുടെ പേര് വെട്ടിക്കളയും. നല്ല കമ്പനിയാണെങ്കിൽ കമ്പനിയെ ഊട്ടിക്കും. ഓക്കെ, അങ്ങനെ ഇത് ഏതൊക്കെ സമയത്താണ്? നേരത്തെ നമ്മൾ ഫോൾസ് ഡോക്യുമെന്റ് വെച്ച് ഇൻകോർപ്പറേഷൻ ചെയ്ത സമയത്ത് വരുന്ന അതേ രീതിയിലുള്ള എഫക്റ്റ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വരിക. ഇനി രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്, അത് മാൻഡേറ്ററി ആയ സംഭവം തന്നെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. ഒബ്ജക്ട് ക്ലോസ് നമുക്ക് നല്ലപോലെ അറിയാം. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ക്ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കമ്പനി പോയിട്ടുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ് എന്ന് പറയും. അത് എപ്പോഴും വോയിഡ് ആണ്, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇറ്റ് ഈസ് അൾട്രാ വൈറസ്, ആൾവേസ് ഇറ്റ് ഈസ് അൾട്രാ വൈറസ് ആണ്. ഇറ്റ് മീൻസ് യു കനോട്ട് ചേഞ്ച് ദ അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഇൻട്രാ വൈറസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് എന്താണ് കേട്ടോ, വൺ ഓഫ് ദ കമ്പനീസ് ഓതറൈസ്ഡ് ടു 10,000 ബട്ട് ദ ഇഷ്യൂ 12,000. ഇറ്റ് ഈസ് ഏതൊക്കെ രീതിയിലാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ യു ക്യാൻ ആൾട്ടർ, ബട്ട് ഇറ്റ് ഇസ് മെമ്മോറണ്ടം യു കനോട്ട് ആൾട്ടർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഓക്കെ,
ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ATQ എന്ന് പറയുന്നത് പേജ് നമ്പർ എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ സെയിം റീസെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇൻസിഡൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്താൽ അത് അൾട്രാ വൈറസ് ആകില്ല കേട്ടോ, കാരണം അത് അതിൻ്റെ കൂടെ വരുന്ന പവറാണ്. അപ്പോൾ ഇൻസിഡൻറ്റൽ കോൺസിക്വൻ്റൽ അപ്പോൺ ദ പവേഴ്സ് അൾട്രാ വൈറസ് ആകില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ഈ പറഞ്ഞ അൾട്രാ വൈറസ് വന്നിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ്സിന് ഒരു പർപ്പസ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പോൾ പിന്നീട് അവരുടെ പെർമിഷൻ ഇല്ലാതെ മാറ്റുന്നത് ശരിയാണോ? ശരിയല്ല. ഫേമസ് കേസിലോ എന്ന് പറയുന്നത് ആഷ്ബറി റെയിൽവേ കാരേജിൻ്റെ കേസിലോയാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ജനറൽ കോൺട്രാക്ടേഴ്സ് എന്നൊരു വേർഡ് തെറ്റിദ്ധരിച്ചതാണ് ഈ പറഞ്ഞ റിച്ച് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസാക്ഷൻസിൽ പ്രശ്നം സംഭവിക്കാൻ കാരണം. അതിനുശേഷം എഫക്റ്റ് എന്താണ്? 2 കോൺസെപ്റ്റ് ഉണ്ട്, ഇൻജങ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ സബ്രോഗേഷൻ എന്നൊരു സംഭവമാണ്. സബ്രോഗേഷൻ ഓക്കെ, ഇൻജക്ഷൻ ചെയ്യാൻ പറ്റും, സബ്രോഗേഷൻ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന കോൺസെപ്റ്റ്. ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, അൺപെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാത്രമേ ലാബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ, നമുക്കൊരു ATQ നമുക്ക് സാധ്യതയുണ്ട്. എന്താണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ വരും? ഒന്ന്, ഞാൻ വൈൽ ഹി ഈസ് എ മെമ്പർ, ഒരാൾ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് കമ്പനി പൂട്ടി പോയാലും ഗ്യാരണ്ടി എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ ആകുമ്പോഴും. പക്ഷേ അവിടെ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കാം, ദിസ് വൺ. അപ്പോൾ റോബിൻ എന്നൊരാൾ കമ്പനിയിലെ മെമ്പറാണ്. റോബിൻ പിരിഞ്ഞു പോയിട്ട് 1 ഇയറിനുള്ളിൽ കമ്പനി പൂട്ടിപ്പോയാലും റോബിൻ തരാമെന്ന് പറഞ്ഞപ്പോൾ 5000 രൂപ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഓണർ ആരാ? നിങ്ങളാ. നിങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ 5000 രൂപ കൊടുക്കണ്ടേ? നിങ്ങളുള്ള സമയത്ത് പൂട്ടിപ്പോകുമ്പോൾ 5000 രൂപ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ആര് കൊടുക്കും? ഇതാണ് ചോദ്യമാണ്. നിങ്ങൾക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, എനിക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. എപ്പോഴും നിങ്ങളാണ്, ബിക്കോസ് യു ആർ ദ ഓണർ. ഒരു പക്ഷേ ഈ പറഞ്ഞ അസെറ്റ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട്. അതാണ് ലിസ്റ്റ് നമ്പർ A, ലിസ്റ്റ് നമ്പർ B. അപ്പോൾ ലിസ്റ്റ് നമ്പർ Aയിൽ എന്താണ്? എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്, ലിസ്റ്റ് നമ്പർ B പാസ്റ്റ് മെമ്പേഴ്സ്. ഓക്കെ, ഓർത്ത് വെക്കാം. ഓർത്ത് നോക്കി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് ചെയ്തേക്കാം. ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ക്ലോസ് ആണ്. കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, ഓത്തറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, നോമിനേഷൻ ക്ലോസ് നമുക്കറിയാം. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എല്ലാവർക്കും നമ്മൾ അപ്പോർട്ട് ചെയ്യും കേട്ടോ. നോമിനേഷൻ ക്ലോസ് മാത്രമാണ് 1% കമ്പനിക്ക് മാത്രമുള്ളത്. ചെറിയൊരു മെൻഷൻ ചെയ്തപ്പോൾ ചെറിയൊരു കറക്ഷൻസ് ഉണ്ട് അവിടെ. ഈ ഫോംസ് ഓർത്ത് വെക്കാം. എസ്പെഷ്യലി നിങ്ങൾ എന്താണ് ഒരു CA ആയതിനു ശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഫോംസും കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവം തന്നെയാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നോക്കുക. എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻഡ്? ഈ പറഞ്ഞ സംഭവം എൻട്രഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് ദാൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഏതൊരു പ്രൊവിഷൻ ആൾട്ടർ ചെയ്യാൻ 90% കൺസെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോർമലി 75% മതി. പക്ഷെ നിങ്ങളത് 90% ആക്കിയ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻട്രഞ്ച്മെൻറ്റ്. എൻട്രഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് ഈസ് റെയർ ഓർ സംതിങ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്? 2 രീതിയിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻ മാൻഡേറ്ററി അല്ല, ദേ മേ ഇൻസേർട്ട് ഫോർമേഷൻ ഓഫ് ദ കമ്പനി. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ എൻട്രൈൻമെൻറ്റ് പ്രൊവിഷൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീടും ആഡ് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യാൻ എല്ലാ മെമ്പേഴ്സിൻ്റെയും കൺസെൻറ്റ് വേണം. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതി ആഡ് ചെയ്യാൻ വേണ്ടി എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇനി ഈ പറഞ്ഞ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻ നമ്മൾ രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ ആ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷന് വാലിഡിറ്റി ഉണ്ടാകില്ല, ഓർത്ത് വെക്കുക. അപ്പോൾ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻ ആരെ അറിയിക്കണം? നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ അതിന് ഒരു വാലിഡിറ്റി ഉണ്ടാകില്ല. ഓക്കെ, ഇനി ഇത് ആർട്ടിക്കിൾസിൻ്റെ മോഡൽ ഫോംസ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മാത്രം മതി. അതിനുശേഷം കണ്ടൻസ്, സുപ്രമസി എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആണ്. മെമ്മോറണ്ടത്തിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് ആണ്. ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി കുറച്ച് അറിഞ്ഞു വെക്കുക മെമ്മോറണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആൻഡ് ഡീംഡ് നോട്ടീസ്. അതായത് ഒരു കമ്പനിയിൽ വരുന്ന എല്ലാവരും കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം എന്നൊരു സംഭവമാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡീംഡ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടീസ് ഇൻറ്റർണൽ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആരുടെ മാത്രമാണ്? ഇറ്റ് ഈസ് ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പനി ഓൺലി. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഇറ്റ് ഈസ് എ ഡീംഡ് നോട്ടീസ് നമ്മൾ പറയും. 399 എന്നുള്ള വരുന്ന കോൺസെപ്റ്റ് ഡീംഡ് നോട്ടീസ് എന്ന് പറയുന്നത്. കാരണം മെമ്മോറണ്ടമോ ആർട്ടിക്കിൾസ് 117 നമ്മൾ പിന്നോട് പഠിക്കുന്നുണ്ട് കേട്ടോ, മോഡ്യൂൾ നമ്പർ 2-ൽ. അപ്പോൾ ഈ 113 പഠിക്കുന്ന 117 പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ROCയുടെ വെബ്സൈറ്റിലുണ്ടാവും. ചിലത് ഫ്രീ ആയിരിക്കും, ചിലത് പെയ്ഡ് ആയിരിക്കും. ആവശ്യക്കാർ നിങ്ങളെ ആണെങ്കിൽ അത് ചോദിച്ച് കണ്ടറിഞ്ഞ് വരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നാളെ കണ്ടില്ല കേട്ടില്ല നിങ്ങൾ പറയരുത്.
കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ പറ്റുമോ? എല്ലാ കാര്യം അറിയിക്കാൻ കമ്പനിക്ക് പറ്റില്ല. അത് കമ്പനിയായിട്ട് ഫെമിലിയർ ആയ ആൾക്കാർ കമ്പനിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഓക്കെ, കേട്ടോ. കമ്പനിയുടെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഇറ്റ് ഈസ് ആൾവേസ് പ്രൊട്ടക്റ്റിംഗ് ദ കമ്പനിയാണ്. ആണോ? കമ്പനിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുമെന്ന് ആര് വിശ്വസിക്കും? കമ്പനി വിശ്വസിക്കും. അതിനാണ് എന്ത് സംഭവിച്ചാലും അവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അത് പ്രാക്ടിക്കലി ശരിയാകില്ല. കാരണം എന്ന് പറയുമ്പോൾ നാളെ ഇപ്പം നമ്മളിപ്പോൾ വലിയ വലിയ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്ററാണ്. ഞാൻ ഇൻവെസ്റ്ററാണ്, കമ്പനിയുടെ മെമ്മോറണ്ടം വായിച്ചില്ല, ഞാനൊരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇവർ പറയുന്നത് നിങ്ങൾ വായിച്ചില്ല അതുകൊണ്ട് പൈസ തരാൻ പറ്റില്ല, കാരണം ഈ ഒരു ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ 10 കോടി ഞാൻ വെറുതെ കളയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സംഭവം ഒരു കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് പോസിബിൾ ആയിരിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ബുക്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അൾട്രാ വയലൻസ് ഒക്കെ പണ്ടേ എടുത്ത് കളയേണ്ട സമയമായി. ഓക്കെ, ഇനി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തർക്കണ്ട് റൂൾ എന്ന് പറയുന്ന സംഭവമാണ്. തർക്കണ്ട് റൂൾ അതായത് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ ഔട്ട്സൈഡേഴ്സ് അഗെയിൻസ്റ്റ് ദ കമ്പനി. അത് കമ്പനിയുടെ ഇന്റർണൽ കാര്യം, നമ്മുടെ കമ്പനിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കമ്പനിയുടെ മാത്രമാണ്. അത് ആൾക്കാർ പ്രിസ്യൂം ചെയ്യും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചില സമയത്ത് വരിക. ഈ പറഞ്ഞ റോയൽ ബ്രിട്ടീഷ് ബാങ്കിൻ്റെ കേസസ് ഓർത്ത് വെക്കുക. റോയൽ ബ്രിട്ടീഷ് ബാങ്കിൻ്റെ ആ കേസിലോ എന്നാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് വന്നത്, ഇതിൻ്റെ റീസൺ എന്താണ്? അതായത് എല്ലാവർക്കും എന്താണ്, ഇഫ് ഐ എം നോട്ട് ദ പാർട്ടി, പ്രീവി എന്ന് പറഞ്ഞാൽ പാർട്ടി, ഇപ്പം ഞാൻ അറിയാത്തൊരു കാര്യം, അതായത് ഞാൻ ഇടപെടാത്തൊരു കാര്യം എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്ട് ചെയ്താൽ അതിനകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകും. ഞാൻ ഇല്ലാത്തൊരു സംഭവമാണ്, ഞാൻ വന്നിട്ടില്ല, ഇപ്പോൾ ഞാനൊരു ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ല, അതെങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? അപ്പോൾ കമ്പനി പറയുകയാണ് യു ഷുഡ് ബി പ്രിസ്യൂം ടു നോ ദാറ്റ്, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. കറക്റ്റാ? അങ്ങനെയൊക്കെ ഒരു റീസൺസ് ഉള്ളതുകൊണ്ടാണ് കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ. അപ്പോൾ ഏതൊക്കെ സമയത്ത് വരില്ല? എക്സെപ്ഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെ സമയത്ത് വരില്ല? ഒന്ന്, നോളേജ് ഓഫ് ദ ഇറഗുലാരിറ്റി, തെറ്റിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആകില്ല. ഇനി പ്യോർ നെഗ്ലിജൻസ് ആണെങ്കിൽ അപ്ലിക്കബിൾ ആകില്ല. ഫോർജറിക്ക് അപ്ലിക്കബിൾ ആകത്തില്ല. നെക്സ്റ്റ്, ഏജൻസിയുടെ കോൺസെപ്റ്റ് ആണെങ്കിൽ അപ്ലിക്കബിൾ ആകില്ല. നെക്സ്റ്റ്, ഇതിലും പ്രീ കണ്ടീഷൻ റിക്വയർമെൻറ്റ് ആൾറെഡി നടന്നാൽ മാത്രം, ഇപ്പോൾ വണ്ടി എടുക്കാൻ ലൈസൻസ് വേണം, ലൈസൻസിൽ വണ്ടി എടുക്കാൻ പറ്റത്തില്ല, ദാറ്റ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, എക്സാമ്പിൾ പറഞ്ഞാണ് പ്രീ കണ്ടീഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അതിനുശേഷം ഒരിക്കലും എന്താ പറയുക, മെമ്മോറണ്ടമോ ആർട്ടിക്കിൾസോ ഒരു എഗ്രിമെൻറ്റോ എനി റെസൊല്യൂഷൻസോ ആക്ടിനെ ഓവർ റൈഡ് ചെയ്യരുത്. അത് നത്തിങ് ഈസ് മോർ ദാൻ കമ്പനീസ് ആക്ട് 2013. അതായത് എല്ലാത്തിൻ്റെയും ഹെഡ് ബാപ്പ് ആര് വരും? കമ്പനീസ് ആക്ട് 2013 ആയിട്ട് വരും, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, മെമ്മോറണ്ടം ആർട്ടിക്കിൾസിൻ്റെ എഫക്റ്റ് ആണ്. വൺസ് ഇറ്റ് ഈസ് ഡൺ ഇറ്റ് വിൽ ബൈൻഡ് ദ മെമ്പേഴ്സ് ടു ദ കമ്പനി, കമ്പനി ടു ദ മെമ്പേഴ്സ്, മെമ്പേഴ്സ് ടു ദ മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻസിൽ കുറേ എക്സാമ്പിൾ ഉണ്ട്. ദിസ് വൺ ആൻഡ് ദിസ് വൺ, മൂന്നൊന്ന് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തോ. കാരണം മെമ്പർ എങ്ങനെയാണ് കമ്പനീനെ ബൗണ്ട് ചെയ്യുന്നത്? കാരണം പൈസ കൃത്യമായിട്ട് കൊടുക്കണം. കമ്പനി എങ്ങനെ മെമ്പേഴ്സ് ഡിവിഡൻഡ് കൃത്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം മെമ്പർ ടു ദ മെമ്പർ പൊസിഷനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. കേസ് ലോസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു രീതിയിലും ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ കമ്പനി മെമ്പേഴ്സ് മാത്രമായിട്ട് ബന്ധമുള്ളൂ, കമ്പനിയും ഔട്ട്സൈഡറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പറയുകയാണ് എന്നെ ഒരിക്കലും പിരിച്ചു വിടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട് 10 വർഷത്തിന് റോബിൻ തന്നെ ആയിരിക്കും ഡയറക്ടർ. 2 വർഷം കഴിഞ്ഞപ്പോൾ റോബിനെ പിരിച്ചു വിട്ടു. പോസിബിളാണോ? പോസിബിളാണ്. കാരണം ആർട്ടിക്കിൾസിൽ തേർഡ് പാർട്ടി ആയിട്ടല്ല കോൺട്രാക്ട്, മെമ്പേഴ്സ് ടു മെമ്പേഴ്സ് മാത്രമായിരിക്കും. നമുക്ക് ഇനി മെമ്മോറണ്ടം ആൾട്ടർ ചെയ്യാൻ പറ്റും. ആൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് മൈനസ് മോഡിഫിക്കേഷൻ, ഇത് തന്നെയാണ്, ആൾട്ടറേഷൻ തന്നെയാണ്. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ മാൻഡേറ്ററി ആയിട്ട് വേണം. നമ്മളിനി പേരാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അതായത് ROC തന്നെ ചേഞ്ച് ചെയ്താൽ മതി. എപ്പോഴാണ്? ഇപ്പോൾ ബിൻടോം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും റോബിൻ ടോം എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വേണം. പക്ഷേ ബിൻടോം എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ബിൻടോം ലിമിറ്റഡിലേക്ക് ആകുമ്പോൾ ആവശ്യം വരില്ല. ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ ഈ ഫോം വരില്ല. ഓക്കെ, പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കോ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റോ ആകുന്ന സമയത്ത് വേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഫ്രഷ് സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ROC ഫ്രഷ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരിലേക്ക് ഇഷ്യൂ ചെയ്യും. നമ്മൾ അതിനുശേഷം എന്താണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ITC ആ ഒരു പേര് പറയുന്നുണ്ട്. ITC എന്ന് പറയുമ്പോൾ പണ്ട് ഇന്ത്യ ടൊബാക്കോ കമ്പനി, ഇപ്പോൾ ITC എന്ന് പറഞ്ഞാൽ ITC ഒരു പേരായിട്ടോ, ഇനി ഫുൾ ഫോം ഇല്ല. നമ്മൾ BSc എന്ന് പറയുന്ന പോലെ. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് കമ്പനി 2 രീതിയിൽ റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെയാണ് നമുക്ക് ആൾറെഡി അറിയാം. ഐഡൻറ്റിക്കലോ 2 നിയർലി റിസംബിൾസ് ആണെങ്കിൽ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബൈ ദ പ്രൊപ്രൈറ്റർ, അല്ലെങ്കിൽ ചില സമയം സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ചെയ്തിട്ട് ചെയ്യും. 3 മാസം സെയിം ആസ് LLPയിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് LLPയിൽ അതേ കൺസെപ്റ്റ് തന്നെ എവിടെയും പറയുന്നത്. ഇനി പ്രൊപ്രൈറ്റർ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ വിത്തിൻ 3 years എന്താണ് ഫയൽ ചെയ്തിരിക്കണം. നിങ്ങൾ വിത്തിൻ 15 days നിങ്ങൾ രജിസ്ട്രാറിന് അറിയിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ചേഞ്ചസിനെ കുറിച്ചാണ്. 1 state to another state ആണ് ഏറ്റവും വലിയ കാര്യം. വിത്തിൻ ദ സിറ്റി നിങ്ങൾക്ക് മാറ്റാം.
ഔട്ട്സൈഡ് ദ സിറ്റി മാറ്റാം, 1 ROC ടു അനദർ ROC നിങ്ങൾക്ക് മാറ്റാം, 1 സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം, കാരണം ഇത് 1 സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് 2 സ്റ്റേറ്റ് തമ്മിലുള്ള കാര്യമായതുകൊണ്ട് അവിടെ റീജിയണൽ ഡയറക്ടർ വരുന്നത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റെസൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, മോർ ദാൻ 30 days ബിഫോർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. സെൻട്രൽ ഗവൺമെൻറ് 60 ദിവസത്തിനകം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്യുന്ന പറയുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പറയും, പക്ഷേ ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ്, എംപ്ലോയീസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വേണം. ഒരു സ്റ്റേറ്റിന് ഇൻകം ലൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒബ്ജക്ഷൻ ചെയ്യാനുള്ള റീസൺ അല്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കമ്പനി കർണാടകയിലേക്ക് പോകുമ്പോൾ കേരള ഗവൺമെൻറ് പറയുവാണ് നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ ആൾക്കാർ ജോലി നഷ്ടപ്പെടും, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞാലും കമ്പനിക്ക് പോകാം. അത് ഒരിക്കലും ഒബ്ജക്ഷൻ ആയിരിക്കില്ല എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു കമ്പനി പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ട് ഇനിയും അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 കോടി രൂപ റേസ് ചെയ്തിട്ട് ഒരു 40 കോടി മാത്രമേ കമ്പനി സ്പെൻഡ് ചെയ്തുള്ളൂ, 60 കോടി രൂപ ബാക്കിയുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളത് വേറൊരു ഒബ്ജക്റ്റിന് വേണ്ടി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ത്രൂ പോസ്റ്റൽ ബാലറ്റിലൂടെ എന്ത് വേണം, കമ്പനി ഈ പറഞ്ഞ പെർമിഷൻ എടുക്കാൻ വേണ്ടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ മീറ്റിങ്ങിൻ്റെ. അതിനുശേഷം അഡ്വർടൈസ്മെൻറ്റ് കാര്യമാണ്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ തീരുമാനം വേണ്ട, ആ ഒരു ഒബ്ജക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് എതിർക്കുന്നവരുടെ കാര്യമാണ്. അപ്പോൾ അവരെ എതിർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല, അതുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞുവിടാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എല്ലാ ഒബ്ജക്റ്റ്സും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ആൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, 30 ദിവസത്തിനകം നമ്മുടെ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പുതിയ ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുക. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. അതെങ്ങനെ തന്നെയാണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ആൾട്ടറേഷൻ ചെയ്യുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. ആർട്ടിക്കിൾസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ റീജിയണൽ ഡയറക്ടറിനെ അറിയിക്കുക കാര്യങ്ങൾ. ഏത് സമയത്താണ് റീജിയണൽ ഡയറക്ടറിന് പെർമിഷൻ വേണ്ടത്, എല്ലാ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആർട്ടിക്കിൾസിന് വേണ്ട. പബ്ലിക് കമ്പനി ടു പ്രൈവറ്റ് കമ്പനി ആക്കുമ്പോൾ മാത്രം നമുക്ക് മതി. റീജിയണൽ ഡയറക്ടറിൻ്റെ ഇതാണ്. മറ്റത് പേര് ചേഞ്ച് ചെയ്തതിന് ROC ആണ് ഓർത്ത് വെക്കുക. രണ്ടും ചെറിയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ ആൾട്ടറേഷൻ നമ്മൾ എവിടെ ഫയൽ ചെയ്യണം, രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യുകയും അത് രജിസ്ട്രാറിന് നിങ്ങൾ അറിയിക്കാതിരുന്നതും ചെയ്താൽ നിങ്ങളുടെ ആൾട്ടറേഷൻ ആയിരിക്കില്ല. ദെയർ ഈസ് നോ ആൾട്ടറേഷൻ നമുക്ക് പറയണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, വളരെ കൃത്യമായിട്ട് നിങ്ങളത് രജിസ്ട്രാറിന് അറിയിക്കുമ്പോൾ മാത്രമേ ആൾട്ടറേഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ ആൾട്ടറേഷൻ ടു മെമ്മോറാണ്ടം, അതേപോലെ തന്നെ ആൾട്ടറേഷനും ആർട്ടിക്കിൾസ്, നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ആ ഒരു ആർട്ടിക്കിൾസ് നമ്മളിനി മെയിൻറ്റെയിൻ ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതായത് നിങ്ങൾ പുതിയ ഡോക്യുമെൻ്റ് ഒരിക്കലും എന്താണ് പഴയ ഡോക്യുമെൻറ്റ്സിൽ ആഡ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ പഴയ ആർട്ടിക്കിൾസ് വെച്ചിട്ട് പിന്നെ മുന്നോട്ട് വരണമെങ്കിൽ 1000 rupees പെർ കോപ്പി നിങ്ങൾക്ക് പണിയാകും. സെക്ഷൻ നമ്പർ 12 ആണ് രജിസ്റ്റേർഡ് ഓഫീസ്. മാൻഡേറ്ററി ആയിട്ട് എല്ലാ കമ്പനീസിനും എന്ത് വേണം, ഒരു രജിസ്റ്റേർഡ് ഓഫീസ് വേണം. അതും ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആയിരിക്കണം, പോസ്റ്റൽ അഡ്രസ് ആയിരിക്കരുത്. ഓർത്തിരിക്കുക, ഒരു പോസ്റ്റ് ഓഫീസ് റിസീവ് ചെയ്യാനുള്ള ഒരു അഡ്രസ് മാത്രമല്ല, ദർ മസ്റ്റ് ബി എ ഡോർ നമ്പർ ആൻഡ് ദർ മസ്റ്റ് ബി ഇലക്ട്രിസിറ്റി ബിൽ ആസ് വെൽ. വെർച്വൽ ഓഫീസ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒരു ഡോർ നമ്പർ ഉണ്ട്, ഓർത്ത് വെക്കുക. സമൺ ഈസ് ദെയർ ടു റിസീവ്. എല്ലാ കമ്പനിയും അഫിക്സ് ചെയ്യണം. എങ്ങനെ, ചെറിയ കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ ഓർത്ത് ചെയ്ത് വെക്കുക. ചെറിയ കോൺസെപ്റ്റ് ആണ്. വൈസ് ICAക്ക് ഇതൊക്കെ മതി എക്സാമിനേഷൻ ചോദിക്കാൻ വേണ്ടി. എങ്ങനെ അഡ്രസ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വളരെ രീതിയായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ എലിജിബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കണം. കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ, നമ്മൾ ചാപ്റ്റർ നമ്പർ 11 നമ്മൾ എങ്ങനെയാണ് ഒരു ഫോറിൻ കമ്പനി അഫിക്സ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഓർത്ത് വെക്കാം. എല്ലാ കമ്പനിക്കും ഇൻകോർപ്പറേഷൻ വിത്തിൻ 30 days രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. എന്നാലും രജിസ്റ്റേർഡ് ഓഫീസ് തുടങ്ങുമ്പോൾ ഫിസിക്കലായിട്ട് ആരും വെരിഫൈ ചെയ്യില്ല. പക്ഷേ എന്നാൽ അത് മിസ്യൂസ് ചെയ്യരുത്, ഓർത്ത് വെക്കുക. ഓക്കെയാണ്. INC 22 ആണ് എപ്പോഴും രജിസ്റ്റേർഡ് ഓഫീസ് വരിക. വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ നമുക്ക് വേണം, ഓർത്ത് വെക്കാം. അത് വിത്തിൻ ദ സിറ്റി ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് സിറ്റി 1 ROC ടു അനദർ ROC, 1 സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് മാത്രമാണ് നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ നമുക്ക് മതി. അതും പോസ്റ്റൽ ബാലറ്റിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഔട്ട്സൈഡ് ദ ജുറിസ്ഡിക്ഷൻ, അതാണ് സെക്കൻഡ് ലാസ്റ്റ്. അതായത് വിത്തിൻ സിറ്റി, 1 സിറ്റി ടു സിറ്റി, ROC ടു ROC, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഈ ഒരു കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 3 കാര്യത്തിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരിക്കണം. ചേഞ്ചസോ കാര്യം നമ്മൾ റീജിയണൽ ഡയറക്ടറായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫയലിങ്ങിൻ്റെ കാര്യങ്ങൾ. കാരണം നമ്മൾ 2 സ്ഥലത്ത് നിന്ന് 2 രജിസ്ട്രാർ ഉണ്ടല്ലോ, മറ്റേ രജിസ്ട്രാറിനെ അറിയിക്കണം. ടാറ്റ ഞാൻ പോവാന്ന് പറഞ്ഞ് അറിയിക്കണം. അതൊരു കോൺസെപ്റ്റ് ഉണ്ട്. സമ്മറി. നെക്സ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, സെക്ഷൻ നമ്പർ 10A ആണ്. ഇത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് 2019. അതായത് നമ്മളൊരു ഡോക്യുമെൻ്റ് ഫയൽ ചെയ്തിരിക്കണം. 10A പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. അത് ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഷെയർ ക്യാപിറ്റലുള്ള ബിസിനസ്സാണ് ഫയൽ ചെയ്യേണ്ടത്. എന്താണ്, ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഓർഡിനൻസ് 2019 ആൻഡ് ഷെയർ ക്യാപിറ്റലുള്ളൊരു കമ്പനി
വേരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ തന്നെ 180 ദിവസത്തിനകം ഫോം നമ്പർ INC 20A. അപ്പോൾ ഇൻകോർപ്പറേഷൻ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ തങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ 180 ദിവസത്തിനകം കമ്പനിയുടെ ഒഫീഷ്യൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് പെനാൽറ്റി ലയബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. ഫൈൽ ബൈ ദ ഡയറക്ടർ. ഓക്കെ, ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡയറക്ടറിൻ്റെ പണി പോകും. ഡയറക്ടറിൻ്റെ പ്രശ്നമാകും, കമ്പനിയുടെ പേരും റിമൂവൽ ആവുകയും ചെയ്യും. കൺവേർഷൻ ചെയ്യാൻ പറ്റും. ആൾട്രേഷൻ ഓഫ് മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്ട്രാറിന് അപ്ലൈ ചെയ്യുക. കൺവേർഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് കൺവേർഷന് മുമ്പ് ഉണ്ടായിരുന്ന ഡെറ്റ്സും ലയബിലിറ്റീസും എല്ലാം അതേപോലെ തന്നെ കണ്ടിന്യൂ ആകും. കോൺട്രാക്റ്റ് എല്ലാം അതേപോലെ കണ്ടിന്യൂ ആകും. അതിൻ്റെ അകത്ത് ഒരു വേരിയേഷൻസ് നമുക്ക് വരില്ല. നെക്സ്റ്റ്, സബ്സിഡിയറി കമ്പനിക്ക് ഒരിക്കലും ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ആസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി ആയ റിലേഷൻ ആയതിനു ശേഷം സബ്സിഡിയറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയിൽ റിലേഷൻ. ഇപ്പോൾ വിൻടോം എന്ന് പറഞ്ഞൊരു കമ്പനി ഹോൾഡിംഗ് കമ്പനിയാണ്. എക്സ് എന്ന് പറഞ്ഞൊരു സബ്സിഡിയറി കമ്പനി ആയ ഇനി എക്സിന് എന്താണ് വിൻടോമിൽ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആൾറെഡി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതുണ്ടോ? ഒന്നാമത് സബ്സിഡിയറി ഹോൾഡിംഗ് റിലേഷൻ ആവുന്നേക്കാൾ മുമ്പേ എക്സിന് എന്താണ് വിൻടോമിൽ ഷെയർ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്, നോ വറീസ്, ബട്ട് യു ആർ നോട്ട് അലൗഡ് ടു ഇൻക്രീസ് ഇറ്റ്. ഓക്കെ, അതൊരു കോൺസെപ്റ്റാണ്. ഇനി ആസ് എ ട്രസ്റ്റ് വേണമെങ്കിൽ എക്സിന് വിൻടോമിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഈ രണ്ട് സാഹചര്യത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ മെയിൻറ്റെയിൻ ഓർ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്, ബട്ട് യു ആർ നോട്ട് അലൗഡ് ടു ഇൻക്രീസ് ഇറ്റ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് മുന്നോട്ട് എന്താണ് അക്വയർ ചെയ്യാൻ പറ്റും. കാരണം ഇത് എക്സ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടല്ല, വല്ലവനും വേണ്ടി വോട്ട് ചെയ്യുന്നതല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി നോട്ട് ചെയ്ത് നോക്കുക. ഈ നോട്ട് എന്ന് പറയുന്നതിൽ വോട്ട് ചെയ്യാൻ ഏതിൽ മാത്രം അധികാരമുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ആൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതേപോലെ കണ്ടിന്യൂ ആകും. നെക്സ്റ്റ്, സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ബട്ട് ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്യുമെൻറ്റ് സർവീസ് ചെയ്യുക, സെർവ് ചെയ്യുക? രജിസ്റ്റേർഡ് ഓഫീസ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ സർവീസ്. ഇനി രജിസ്ട്രാർ എന്നുണ്ടോ? സർവിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു രജിസ്ട്രാർ ഓർ മെമ്പേഴ്സ്. ഒരു കമ്പനിയിലേക്ക് എങ്ങനെയാണ് വരിക? ഓഫീസറിലേക്ക് എങ്ങനെ വരിക? സർവിങ് ഡോക്യുമെൻറ്റ്സ് ടു ദ കമ്പനി ഓഫീസർ. ഇങ്ങനെയാണ് MCA കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ഇവിടെ എന്താണ്? സാധാ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ആർക്ക് അയച്ചു കൊടുക്കാം? വ്യത്യാസം എന്താ? ദിസ് വൺ. ഇവിടെ സാധാ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്താണ് MCAയുടെ എല്ലാ ഡോക്യുമെൻറ്റും രജിസ്റ്റേർഡ് ആയിരിക്കണം. പക്ഷെ നിങ്ങളൊരു മെമ്പേഴ്സും രജിസ്ട്രാറിന് അറിയിക്കണം. സാധാ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, ഈ കൊറിയർ സർവീസിൻ്റെ ഡീറ്റെയിൽസ്, ഇലക്ട്രോണിക്കൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓർഡിനറി പോസ്റ്റ് ആണെങ്കിൽ നോർമലി മീറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പഠിക്കാം. 48 മണിക്കൂർ നമുക്ക് കിട്ടും. ഓർഡിനറി പോസ്റ്റ് ആണെങ്കിൽ നിധിയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നോർമലി നമ്മൾ നിധി കമ്പനി <1% 1000 താഴെയാണ് ഹോൾഡിംഗ് എങ്കിൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്താൽ മതി. ഇനി ഇൻഡിവിജ്വൽ നോട്ടീസ് അയച്ചിട്ട് പൈസ കളേണ്ട ആവശ്യമില്ല. കാരണം നിധിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സേവിങ്സ് കൂട്ടുക എന്ന സംഭവമാണ്. ഇനി ഓത്തൻറ്റിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓത്തൻറ്റിക്കേഷൻ ചെയ്യുന്നത് കീ മാനേജർ പേഴ്സൺ, ഇനി ഓഫീസർ എംപ്ലോയി ആയിരിക്കും. ബിൽ ഓഫ് എക്സിക്യൂഷൻ ചെയ്യുന്നത് സൈൻ, എൻഡോസ്, ഡ്രോ കാര്യങ്ങളൊക്കെ എനി പേഴ്സൺ അവരുടെ അതോറിറ്റി ഉള്ള ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറഞ്ഞ ബിൽ ഓഫീസിൻ്റെ കാര്യങ്ങൾ ഓത്തൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഓടിച്ച് വിട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു റാപ്പിഡ് റിവിഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒരു റാപ്പിഡ് റിവിഷൻ നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തൽക്കാലം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഇതേ രീതിയിൽ എന്താണ് ഒരു ഓടിച്ച് വിട്ടുള്ള റിവിഷൻ നമ്മൾ എന്താണ് റാപ്പിഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്കോർഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ രീതിയിൽ ലൈൻ ബൈ ലൈൻ പോയിന്റ് വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സസ് ഇതേ രീതിയിൽ തന്നെ മലയാളത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സെപ്റ്റംബർ എക്സാമിനേഷന് ബാക്കി ചാപ്റ്റേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ പഠിക്കാം. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് ദ സെയിം തിങ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ഓൾ ദ വെരി ബെസ്റ്റ്.